സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എല്ലാവരും ബൈബിൾ എടുക്കുക, വായിക്കാം. റോമർക്കെഴുതിയതായ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കു തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപം ആകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അടുത്ത വാക്യം, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവത്തിൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തിൻ്റെ നിർണയപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്താണ്? സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം സ്നേഹിച്ചതായ ആളുകളെ, ദൈവം വിളിച്ചതായ ആളുകളെ, ദൈവം തിരഞ്ഞെടുത്തതായ ആളുകളെ ദൈവം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നാം ഒരു വിഷയം മനസ്സിലാക്കുകയാണ് എങ്കിൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാ വ്യക്തികളും ദൈവത്തിൻ്റെ കൈയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആകുന്നു. ഒന്നല്ല 100 തവണ നിങ്ങളുടെ മനസ്സിൽ എല്ലാ ദിവസവും പറയണം, എന്നെ ദൈവത്തിന് അറിയാം, ദൈവം എന്നെ അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉള്ളതായ തിരിച്ചറിവ് നിങ്ങളിലുണ്ടെങ്കിൽ, എന്നുള്ളതായ വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, കഷ്ടത വന്നാലും, നഷ്ടം വന്നാലും, നിന്ദ വന്നാലും, അപമാനം വന്നാലും, നന്മയായാലും തിന്മയായാലും, എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ദൈവം എന്നെ അറിയുന്നത് കൊണ്ട് ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം നിങ്ങൾ ഭാഗ്യവാന്മാരാകും, അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്. എവിടെയോ വെച്ച് 2-3 തവണ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കണ്ടോ പരിചയമുണ്ട്. നിങ്ങളെ എല്ലാ ദിവസവും TV-യിൽ കൂടി ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ കണ്ടതായിട്ടുള്ള ഒരു പരിചയമുണ്ട്. എന്നാൽ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്? നിങ്ങളുടെ ജോലി എന്താണ്? നിങ്ങളുടെ രീതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നതാണ് അറിയുക എന്ന് പറയുന്നത്. ഈ ദിവസം യേശുക്രിസ്തു നമ്മെ കാണുന്ന വ്യക്തി മാത്രം അല്ല, നമ്മെ നന്നായി അറിയുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് ദൈവം നമ്മെ കാണുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ദൈവം നീ ഇവിടെ വരുന്നതിന് മുൻപ് എവിടെ നിന്നാണ് വരുന്നത് എന്നതും കാണുന്ന ദൈവമാണ്. അഹിയ പ്രവാചകന്റെ അടുക്കലേക്ക് യൊരോബെയാമിൻ്റെ ഭാര്യ വേഷം മാറിയിട്ട് പോകുവാൻ ഇടയായി. തൻ്റെ മകന് സൗഖ്യം ലഭിക്കുന്നതിനു വേണ്ടി രോഗക്കിടക്കയിലായിരിക്കുന്നു. ആ മകൻ ജീവിക്കുമോ മരിക്കുമോ എന്ന് ചോദിക്കുവാൻ അവിടേക്ക് പോകാനിടയായി. എന്നാൽ പ്രവാചകന്റെ അടുക്കലേക്ക് നേരെ പോകാതെ ഒരു രാജാവിൻ്റെ ഭാര്യ ആയിരിക്കുന്ന സമയത്ത് വേഷം മാറിയിട്ട് ഒരു അനാഥ എന്ന രീതിയിൽ, ഒരു വിധവയായ സ്ത്രീ എന്ന രീതിയിലേക്ക് പോകുവാനിടയായി. നാം നോക്കുമ്പോൾ അഹിയ പ്രവാചകൻ പറഞ്ഞതനുസരിച്ചാണ് യൊരോബെയാം രാജാവായത്. ആ പ്രവാചകന് രാജാവിനെ ഒരുപാട് ഇഷ്ടമാണ്. അതനുസരിച്ച് ഞങ്ങൾ ദൈവദാസന്മാർക്ക് നിങ്ങളെന്ന് വെച്ചാൽ ഇഷ്ടമാണോ അല്ലയോ? പറയൂ. അതായത് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കാൻ ആശിക്കുമോ അതോ ശപിക്കുവാൻ ആഗ്രഹിക്കുമോ? അതാണ് ഞങ്ങൾക്ക് വരുന്നതായ അപകടമെന്ന്. എന്താണ്? നിങ്ങൾ തെറ്റു ചെയ്താലും ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ആശിക്കുന്നത്. നമ്മുടെ വിശ്വാസിയാണല്ലോ, നമ്മുടെ സഭയിലെ അംഗമാണല്ലോ, സ്തോത്രകാഴ്ച തരുന്നുണ്ടല്ലോ, ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നുണ്ടല്ലോ. നിങ്ങൾ നശിച്ചു പോകുന്നത് ഏതെങ്കിലും ദേവദാസന് ഇഷ്ടമാണോ?
നിങ്ങളുടെ മക്കൾ നശിച്ചു പോകുവാൻ ദൈവദാസനായിരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് ദയയുള്ളവരായിരിക്കും. അഹിയ പ്രവാചകന് യെരോബെയാമിനെ വളരെ ഇഷ്ടമാണ്. അവന്റെ ഭാര്യ കരഞ്ഞുകൊണ്ടുവരുന്നതായ സമയത്ത് പ്രവാചകൻ പെട്ടെന്ന് അതറിഞ്ഞ് സംസാരിക്കുമെന്ന് മനസ്സിലായപ്പോൾ ദൈവം അവനോട് അരുളി ചെയ്യുകയാണ്, ഇതാ യെരോബെയാമിന്റെ ഭാര്യ നിന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. വേഷപ്രച്ഛനയായിട്ടാണ് നിന്റെ അടുക്കിലേക്ക് വരുന്നത്. ഞാൻ അരുളി ചെയ്യുന്നത് പോലെ തന്നെ നീ അവളോട് പറയണം. ഒരു ദൈവത്തിന്റെ ദാസൻ ദൈവം പറഞ്ഞതുപോലെ ചെയ്യണം. പറയുവാൻ പറഞ്ഞ വാക്ക് പറയണം. എന്നാൽ ഇന്നത്തെ കാലത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. മനസ്സിന് തോന്നിയത് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ളത് പറയുന്നത്, ഏതു വാക്കുകൾ പറഞ്ഞാലാണ് ജനം സന്തോഷിക്കുന്നത് അതനുസരിച്ച് പറയുന്നത്. ഈ കാലത്ത് കള്ളം പറയുന്ന ആത്മാവ് പല ദൈവദാസന്മാരിലും ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. നിന്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ടായിരിക്കുമ്പോൾ, അത് വളരെ ഗുരുതരമായ രോഗമായിരിക്കുമ്പോൾ അത് നിന്നോട് പറയുകയാണെങ്കിൽ നീ ദുഃഖിക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു കുഴപ്പവുമില്ല പേടിക്കേണ്ട എന്ന് പറഞ്ഞ് നിന്നെ പറഞ്ഞു വിടുകയാണെങ്കിൽ അത് നന്മയാണോ തിന്മയാണോ ചെയ്യുന്നത്? എന്താകുന്നു അത് തിന്മയാകുന്നു. അതുപോലെ ഒരു ദൈവദാസൻ നിന്റെ ഹൃദയത്തിൽ ഉള്ള വിഷയങ്ങളെ ഉള്ളതുപോലെ തന്നെ പറഞ്ഞ്, നിന്റെ ഹൃദയം ദൈവത്തിന്റെ മുൻപാകെ ശരിയായിട്ടില്ല, നീ മാനസാന്തരപ്പെടുക എന്ന് ആ കാലത്ത് പത്രോസ് മന്ത്രവാദിയായ ശീമോനോട് പറയാനിടയായി. നിന്റെ മനസ്സ് ശരിയല്ല എങ്കിൽ ദൈവത്തിന് സ്തോത്രകാഴ്ച കൊടുത്താൽ, ദൈവസന്നിധിയിൽ വന്ന പാട്ടുപാടി ആരാധിച്ചാലും, ദൈവത്തിന്റെ സന്നിധിയിൽ ക്രമമായിട്ട് തന്നെ വന്നാലും, പുറമേയുള്ള വാക്കുകൾ കൊണ്ട് സ്നേഹത്തെ പ്രകടിപ്പിച്ചാലും അത് നിന്റെ ആത്മീയ ജീവിതത്തിന് ഒരിക്കലും അനുഗ്രഹമാവുകയില്ല. അത് നിനക്ക് നന്മയല്ല, തിന്മയാണ്. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ പറഞ്ഞു, യെരോബെയാമിന്റെ ഭാര്യയെ, കഠിനമായ വർത്തമാനം നിന്നോട് പറയുവാൻ ദൈവം അരുളി ചെയ്തിരിക്കുന്നു. നിന്റെ കാൽ പട്ടണത്തിനകത്ത് കാൽ ചവിട്ടുമ്പോൾ തന്നെ കുട്ടി മരിച്ചു പോകും. അങ്ങനെ തന്നെ കുട്ടി മരിച്ചുപോയി. കുട്ടി മരിച്ചുപോയതുകൊണ്ട് പശ്ചാത്തപിക്കുവാനുള്ള വഴി ഉണ്ടായി. ദാവീദ് പാപം ചെയ്തപ്പോൾ അതിന്റെ ശാപം കുഞ്ഞിന്റെ മേൽ വരാനിടയായി. ആ കുഞ്ഞിന് രോഗം പിടിപെടുവാൻ ഇടയായി. രോഗക്കിടക്കയിലായി. 7 ദിവസം ദാവീദ് ഉപവസിച്ചുകൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. 7-ാം ദിവസം കുഞ്ഞ് രക്ഷപ്പെട്ടോ മരിച്ചുപോയോ? മരിച്ചുപോയി. അവൻ എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രം മാറാനിടയായി. ആളുകൾ വിചാരിച്ചു, ഇവനെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? കുഞ്ഞിന് രോഗമുണ്ടായിരുന്ന സമയത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ഇതാ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞ സമയത്ത് കുളിച്ച് വൃത്തിയായി സമാധാനത്തോടെ ഇരിക്കുന്നു. നാം എന്താണ് ചെയ്യുന്നത്? മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതായ സമയത്ത് അവരെ തിരിഞ്ഞു നോക്കത്തില്ല, അവരെ സ്നേഹിക്കത്തില്ല. പിന്നെന്താണ്? മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയുമില്ലാത്ത സ്നേഹമാണ് അവരോട് കാണിക്കുന്നത് നാം. അയ്യോ, എന്നെ വിട്ടുപോയേ, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും അമ്മേ? ജീവനോടുള്ളപ്പോൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കത്തില്ലായിരുന്നു. രോഗിയായിരുന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഒരു മരുന്ന് വാങ്ങിക്കൊടുത്തിട്ടില്ല. പിന്നെന്താണ്? മരിച്ചു കഴിഞ്ഞിട്ട് എവിടെയുമില്ലാത്ത സ്നേഹം കാണിക്കും. അത് വെറുതെയാണ്. മരിച്ചു പോയതായ വ്യക്തികൾക്ക് വേണ്ടിയല്ല, മരിക്കുവാൻ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ കരയുക. ദൈവം നമ്മെ അറിയുന്നു, നമ്മുടെ പാപങ്ങൾ അറിയുന്നു, നമ്മുടെ ബലഹീനതകൾ അറിയുന്നു, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നു, നമ്മുടെ സകലതും അവൻ അറിയുന്നു, നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ അറിയുന്നു, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ അവൻ അറിയുന്നു. ഇന്ന് നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ ഹൃദയത്തെ അറിയുവാൻ കഴിയില്ല. എന്നാൽ യേശുക്രിസ്തു നമ്മെ നന്നായി അറിയുന്നതായ ദൈവമാണ്. നിന്റെ ഹൃദയത്തെ അറിയുന്നതായ ദൈവമാണ്. നീ മനസ്സിൽ ആകുലതയോടെ ആയിരിക്കുമ്പോൾ, നിന്റെ മനസ്സിൽ നീ വളരെ ദുഃഖത്തോടെ ആയിരിക്കുമ്പോൾ, നിന്റെ ഹൃദയത്തിൽ നീ നിരാശ അനുഭവിക്കുന്നതായ സമയത്ത്, നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് നെടുവീർപ്പിടുന്നതായ സമയത്ത്, കണ്ണുനീർ ഒഴുക്കുന്ന സമയത്ത്, അനേകം ആളുകളുടെ ജീവിതത്തിൽ ഈ കാലത്ത് സന്തോഷം കാണുന്നില്ല. മനുഷ്യരുടെ മുൻപിൽ പോകുമ്പോൾ നന്നായിട്ട് കാണപ്പെടുന്നു. എന്നാൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ചിലർ കൈകളിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം.
ചില ആളുകൾ എന്താ ചെയ്യുക, എന്തൊരു ജീവിതമാണ്, എന്തൊരു മക്കളാണ്, എന്തൊരു കുടുംബമാണ്, അനുഭവിക്കുക തന്നെ. എന്താണ് ദൈവമേ ചെയ്യുന്നത്, എന്താണ് ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ പറയുമ്പോൾ ഓ ഒരു വിഷയമില്ല, സുഖമായിരിക്കുന്നു എന്ന് പറയും. എന്താണ് അങ്ങനെ ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല, നന്നായിരിക്കുന്നു എന്ന് പറയും. എന്നാൽ നിന്റെ ഹൃദയത്തിൽ വരുന്നതായ നെടുവീർപ്പുകൾ, അവരുടെ ഞരക്കം ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. മിസ്രയീമിൻ ദേശത്ത് അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്നതായ ഇസ്രായേൽ മക്കൾ, അവരുടെ കഷ്ടതയിൽ, അവരുടെ നിലവിളി, അവരുടെ ഞരക്കം ഞാൻ കേട്ടു എന്ന് പറയുന്നു. അവരുടെ നെടുവീർപ്പുകൾ ഞാൻ കേൾക്കാനിടയായെന്ന്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നതായ സമയം ഒരു മനുഷ്യനും നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ കഴിയില്ല. തുടച്ചാലും അത് അവസാനിക്കില്ല. ഒരു മനുഷ്യനും നിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാലും നിന്നെ സഹായിക്കുവാൻ കഴിയില്ല. എന്നാൽ യേശുക്രിസ്തു, നിന്നെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവ്, നിനക്ക് രൂപം നൽകിയതായ ദൈവം, നീ പാപം ചെയ്തപ്പോൾ നിനക്ക് പകരം പ്രാണനെ ക്രൂശിൽ കൊടുത്ത് രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങിയവൻ, നിന്നെ അറിയുന്നു, നിന്നെ അറിയുന്നു. നഥനയേലിനെ കുറിച്ച് അവൻ പറഞ്ഞു, നഥനയേലേ, നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ്. അന്ത്രയോസും പത്രോസും വന്നിട്ട് നഥനയേലിനെ കുറിച്ച് പറയുമ്പോൾ യേശു പറയുകയാണ്, അവനെ മുൻമേ എനിക്കറിയാം, അവൻ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അവനെ അറിഞ്ഞതാണ്. അതായത് ആ കാലത്ത് ആ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ധ്യാനിക്കുമായിരുന്നു, പ്രാർത്ഥന ചെയ്യുമായിരുന്നു. നീ പ്രാർത്ഥിക്കുന്നതായ വിഷയം എനിക്ക് അറിയാം. നിങ്ങളിൽ എത്ര ആളുകളുണ്ട് പ്രാർത്ഥിക്കുന്നവർ? എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് നന്നായി അറിയാം. ശരിയാണോ? എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടോ, അതോ കുറച്ചു പേരേ ഉള്ളോ? ദയവ് ചെയ്ത് ഇന്നു മുതൽ എല്ലാവരും പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രാർത്ഥന ഉപേക്ഷയായി കേട്ടോ. ശരി, യേശുവാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് വേണ്ടി എപ്പോഴും കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. നീ രാത്രി സമയത്ത് കർത്താവ് നിന്റെ ബെഡിന്റെ അരികെ വന്നിട്ട് പറയും, പാവം ക്ഷീണിച്ചത് കൊണ്ടാണ്, രാവിലെ സംസാരിക്കുമായിരിക്കും, പകൽ ഒരുപാട് ക്ഷീണിച്ചു പോയി, ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, പല പല പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, എന്നോട് പറഞ്ഞാൽ ഞാൻ വിടുവിക്കുമല്ലോ എന്ന് പറഞ്ഞ് അതിരാവിലെ നിന്റെ കട്ടിലിന്റെ അരികിൽ വന്നിട്ട് കാത്തു നിൽക്കുവാനിടയാകുമെന്നാണ്. എപ്പോൾ എഴുന്നേൽക്കും എന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ നിൽക്കുമെന്നാണ്. നോക്ക്, എൻ്റെ മകൻ എഴുന്നേറ്റു, എന്നോടിപ്പോൾ സംസാരിക്കും എന്ന് വിചാരിക്കുമ്പോൾ നീ ഉറക്കപ്പിച്ചയിൽ തന്നെ നിന്റെ കൈകൊണ്ട് ഇങ്ങനെ തപ്പും. എൻ്റെ മകൻ എൻ്റെ വചനം തപ്പുകയാണെന്ന് വിചാരിക്കുമ്പോൾ നീ എന്താണ്? സെൽഫോണാണ് തപ്പുന്നത്. സെൽഫോൺ എടുത്തിട്ട് ഏതെങ്കിലും മെസ്സേജ് വല്ലതും വന്നോ, രാത്രി ഏതെങ്കിലും മിസ് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് നോക്കുന്ന സമയത്ത് നിന്റെ അടുത്ത് നിൽക്കുന്നതായ കർത്താവ്, സാരമില്ല, ഫോൺ നോക്കിയിട്ട് അവൻ എന്നോട് സംസാരിക്കുമെന്ന് വിചാരിച്ച് അവിടെ തന്നെ കാത്തു നിൽക്കുമ്പോൾ നീ നേരെ എഴുന്നേറ്റിട്ട് ബാത്റൂമിലേക്കാണ് പോകുന്നത്. നീ ബാത്റൂമിൽ കയറിയിട്ട് പേസ്റ്റും ബ്രഷും എടുത്തിട്ട് എന്ന് പല്ല് തേക്കുമ്പോൾ കർത്താവ് വിചാരിക്കും, പാവം അവൻ പല്ല് തേക്കുകയാണ്, ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുവാൻ പാടില്ല. ഉറക്കച്ചടവിൽ എന്നോട് സംസാരിക്കാതെ അവൻ മുഖമൊക്കെ കഴുകി പല്ല് തേച്ച് ഫ്രഷായിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയായിരിക്കും. എത്ര നല്ലവനാണവൻ. അവൻ മുഖം കഴുകിയിട്ട് എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുമ്പോൾ മുഖം തുടച്ചിട്ട് അവൻ നേരെ ആഹാരം കഴിക്കാനായിട്ട് പോകും. അയ്യോ, പാവത്തിന് വളരെ വിശപ്പുണ്ട്, അവൻ ആഹാരം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്നോട് സംസാരിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുമ്പോൾ നീ പോയി ഡ്രസ്സൊക്കെ ധരിക്കും, പിന്നെ ബാഗ് എടുക്കാനിടയാകും. ശരി, പോകാൻ ഇറങ്ങുമ്പോഴെങ്കിലും വാതിൽക്കൽ വെച്ച് എന്നോട് സംസാരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ ഭാര്യയോട് നീ ടാറ്റ പറയുന്നത് കാണാം. മക്കൾക്ക് നീ ടാറ്റയെ കൊടുത്ത് ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കും. ഭാര്യയോട് സംസാരിക്കുന്നുണ്ട്, മക്കളോട് സംസാരിച്ചു, ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട്, ഞാനുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ കർത്താവിനെ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോകും. എന്താണ്? ഇങ്ങനെയാകുന്നു മനുഷ്യന്റെ ജീവിതം. ഇറങ്ങിപ്പോയിട്ട് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? എന്തെങ്കിലും പറ്റിയാൽ എവിടേക്കാണ് പോകുന്നത്? എവിടേക്ക് പോകും? നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? രാവിലെ ഉണർന്നാൽ ഉടൻ തന്നെ കർത്താവെ ഒരു ദിവസം നൽകിയതിനായിട്ട് നന്ദിയെന്ന് പറയുമോ? ആഹാരം കഴിക്കുന്നതിന് മുൻപ് ആഹാരത്തെ ശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ കർത്താവെ എനിക്ക് നല്ല വസ്ത്രമുണ്ട്, ഇല്ലാത്തവർ എത്ര ആളുകളുണ്ട് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാറുണ്ടോ? നിങ്ങൾ വെളിയിലേക്ക് പോകുമ്പോൾ കർത്താവെ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ?
എന്താണ് സംസാരിക്കാതിരിക്കുന്നത്? വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ നീ കർത്താവേ, എന്നെ നീ സമാധാനത്തോടെ സൗഖ്യത്തോടെ കൂട്ടിവരുത്തിനായിട്ട് നന്ദി എന്ന് പറഞ്ഞ് സ്തുതിക്കുമോ? ഈ കാലത്ത് അങ്ങനെയുള്ളവർ ഇല്ല. പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ കൈ ഉയർത്തും. എന്നാൽ ദിവസം എത്ര തവണ ദൈവത്തോട് നീ സംസാരിക്കുന്നുണ്ട്? നിന്നെ അറിയുന്നതായ കർത്താവിനെ നീ അറിയുന്നുണ്ടോ? നിന്നെ അറിയുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ അവനോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാതെ ഇരിക്കാൻ കഴിയില്ല. അവനോട് മിണ്ടാതിരിക്കുവാൻ കഴിയുകയില്ല. ദൈവം സകലരെയും അറിയുന്നു. അവൻ വിളിച്ചു, നമ്മെ അവൻ വേർതിരിച്ചു. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ സംസ്ഥാനത്തിൽ എത്ര കോടി ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇത്ര ആളുകളുടെ നടുവിൽ നിന്ന് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവം നിങ്ങളെ അറിയുവാനിടയായി. അവൻ നിന്നെ നന്നായി അറിയുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിലായിട്ട് യേശുവിനെ സ്നേഹിക്കുന്ന മനസ്സുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിനു വേണ്ടി ജീവിക്കാനുള്ള ആശയുണ്ടെന്ന് അറിഞ്ഞതായ കർത്താവ് നിന്നെ വിളിക്കുവാനിടയായി. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ദൈവത്തിന് തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിലുള്ള ആളുകളെ വേണം. ആരാകുന്നു ആ പുത്രൻ? യേശുക്രിസ്തു. യേശുക്രിസ്തു മൂത്ത സഹോദരനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി വന്നത്. നമുക്ക് മാതൃക കാണിച്ചു നൽകുന്നതിന് ഈ ലോകത്തിലേക്ക് വന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർ എങ്ങനെ ആയിരിക്കണമെന്ന് ചോദിച്ചാൽ അവർ യേശുവിനെ പോലെ തന്നെ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? അതായത് വലിയൊരു അങ്കിയൊക്കെ എടുത്തിട്ട് താടി വളർത്തി നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. യേശുക്രിസ്തുവിലുള്ളതായ ഗുണഗണങ്ങൾ നമ്മിൽ ഉണ്ടായിരിക്കണം. ബൈബിൾ വായിക്കുന്നവർ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ ബൈബിളിനെ ജീവിതത്തിലൂടെ കാണിക്കുന്നവരായിരിക്കണം. വചനം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ ഹൃദയം നിറച്ച് വചനമായിരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ വചനമനുസരിച്ച് നടന്നുകൊള്ളുന്ന സമയത്ത് നിന്നെ ഉപദ്രവിച്ചാൽ, നിന്നെ ഞെരുക്കിയാൽ നിന്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം വരണം. അതുകൊണ്ടാണ് ദൈവം നിർണയിച്ചിരിക്കുന്നത്, ഇവർ എൻ്റെ സാക്ഷികളായിട്ട് തീരണം. ഇവരെ എനിക്കിഷ്ടപ്രകാരമുള്ള വ്യക്തികളായിട്ട്, എൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിലുള്ള വ്യക്തികളാക്കിയിട്ട് ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ് നമ്മിൽ അനേകരെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണ് നീ എന്നെ ഇത്രത്തോളം സ്നേഹിച്ചത്? എന്താണ്? എന്തുകൊണ്ടോ എന്നെ നീ തിരഞ്ഞെടുത്തത്, ഈ ചീത്തയായ എന്നെ നീ ഇന്ന് തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ്? നല്ലവനായതുകൊണ്ടാണോ? ബുദ്ധിയുള്ളവനായതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് അവൻ തിരഞ്ഞെടുത്തത്? വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതായ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി. അവനിൽ സത്യം അന്വേഷിക്കുന്നതായിട്ടുള്ള ഒരു മനസ്സുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയമുണ്ട്. ദൈവത്തിനു വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അവനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ജനമായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമായിട്ട് മാറ്റി. ഇന്നിവിടെ ഈ വചനം കേൾക്കുന്ന ആളുകളിൽ ആരെയൊക്കെയാണോ ദൈവം വിളിച്ചിരിക്കുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെനിക്കറിയില്ല. എന്നാൽ ഇത്ര വലിയ സമൂഹത്തിൽ ചില ആളുകളുണ്ടിവിടെ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും വചനം പറയുന്നത് വിട്ടിട്ട് ആ കുറച്ചു പേരോട് മാത്രം പറയാനാണ് ആഗ്രഹിച്ചത്. ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുള്ളതായ, ദൈവത്തിൻ്റെ വിളി ഉള്ളതായ, ദൈവത്തിൻ്റെ പദ്ധതിയുള്ളതായ വ്യക്തിയായ നീ ഇവിടെ ഉണ്ടെങ്കിൽ, നീ ഈ വചനം കേൾക്കുകയാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ ഹിതത്തെ അനുസരിച്ചാൽ നിന്നിൽ കൂടി അവരിൽ ഒരുവൻ 1000 പേരായി മാറും. എണ്ണമില്ലാത്ത വലിയ ഒരു ജനക്കൂട്ടമായി മാറുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നിന്നെ അറിയുന്ന കർത്താവ്, നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്, നിനക്ക് വേണ്ടി പ്രാണൻ നൽകിയ ദൈവം, നീ അവനെപ്പോലെ ആകണമെന്നും നിന്നിലുള്ള പഴയ പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്നും, അതുപോലെ ഇങ്ങനെയുള്ള വചന സന്ദേശങ്ങളിൽ കൂടിയും മറ്റു കൂട്ടായ്മയിൽ കൂടിയും നിന്നോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
നിന്നെ അറിയുന്ന കർത്താവ്, നിന്റെ കുടുംബ പ്രശ്നങ്ങൾ അറിയുന്ന കർത്താവ്, ഭാര്യയുടെയും ഭർത്താവിന്റെ മധ്യയിലുള്ള പ്രശ്നങ്ങൾ അറിയുന്ന കർത്താവ്, നിന്റെ സകല പ്രശ്നങ്ങളും അറിയുന്ന കർത്താവ്. ശരീരം രോഗബാധിതമായിരിക്കുന്നു, രോഗം ഗുരുതരമായിരിക്കുന്നു, അധികം നാൾ ജീവിക്കാൻ സാധ്യതയില്ല, പക്ഷപാത രോഗമാണെന്ന്, ഹാർട്ടിനെ സംബന്ധിച്ച രോഗമാണെന്ന്, കിഡ്നിയെ സംബന്ധിച്ച രോഗമാണെന്ന്, എന്റെ അവിവേകം നിമിത്തം എയ്ഡ്സ് രോഗം വരുത്തി വെച്ചിട്ട് എന്റെ മക്കൾക്കും അതിപ്പോൾ ബാധിച്ചിരിക്കുന്നു എന്ന് വിഷമിക്കുന്നതായ സഹോദര, ക്രിസ്തുവിന്റെ രക്തം സകല ദുർനീതിയിൽ നിന്നും നിന്നെ വിശുദ്ധനാക്കി മാറ്റുമെന്ന് വിശ്വസിക്കൂ. ഒരത്ഭുതം ഇന്ന് തന്നെ സംഭവിക്കും. സകല ശാപത്തെയും നസറേന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ശാസിച്ചകറ്റുകയാണ്. അന്ന് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞതായ വിലയേറിയ രക്തം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പകരണമേ. തല മുതൽ ശിരസ് വരെ ഏതൊക്കെ അവയവങ്ങളിലാണ്, കൈകളില്, കാലുകളില് എവിടെയാണ് രോഗബാധിതമായിരിക്കുന്നത്, നിന്റെ വിലയേറിയ രക്തത്താൽ നീ കഴുകി ശുദ്ധീകരിക്കണമേ. പരിപൂർണ സൗഖ്യം കൊടുക്കുമാറാകണമേ. കടന്നു പോകുമ്പോൾ നീ എന്നെ സൗഖ്യമാക്കിയെന്നും എന്റെ ഹൃദയത്തെ നീ മാറ്റിയെടുത്തുവെന്നും എന്റെ കർത്താവിന്റെ സ്വരം ഞാൻ കേട്ടുവെന്നും എന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് സാക്ഷ്യം പറയുന്നതിനായിട്ട് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നീ അയക്കണമേ. നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ട് ബലപ്പെട്ട് അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെട്ട് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതായ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്തുകൊണ്ട് കടന്നു പോകാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ അയക്കണമേ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. എത്രയോ തവണ നിന്റെ വിളി അവർക്ക് വെളിപ്പെടുത്തിയതാണ്. ഈ ദിവസം നിന്റെ വിളി കേൾക്കുന്നതായ എല്ലാ വ്യക്തികളെയും അവർ തിരിച്ചറിയണം. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നുവെന്ന്, എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. അവരെ മുറുകെ പിടിക്കണമേ, അവരെ ചേർത്ത് പിടിക്കണമേ, അവരെ കരം പിടിച്ച് നടത്തണമേ. അവർ ഏതവസ്ഥയിലാണ് എങ്കിലും, അവർ ഏത് ദുഃഖത്തിലായാലും, ഏത് കണ്ണുനീരിന്റെ അവസ്ഥയിലായാലും, ഏത് പ്രതികൂലത്തിൽ ആയാലും അവരെ എഴുന്നേൽപ്പിക്കുവാൻ നീ മതിയായവനാണല്ലോ. നടത്തുന്ന ദൈവം നീയാകുന്നുവല്ലോ. നിന്റെ സ്വത്തായിരിക്കുന്ന നിന്റെ ജനത്തെ അഭിഷേകിച്ച് അവരെ നടത്തണമേ. നിന്റെ സാക്ഷികളായി ഉപയോഗിക്കണമേ, ദൈവദാസന്മാരായി ഉപയോഗിക്കണമേ, ശുശ്രൂഷകന്മാരെ ഉപയോഗിക്കണമേ, ഗായകന്മാരായി ഉപയോഗിക്കണമേ, സഹായം ചെയ്യുന്നവരായി അവരെ ഉപയോഗിക്കണമേ. ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ ഇടയന്മാരായിട്ടും, മറ്റു ചിലരെ അപ്പോസ്തലന്മാരായിട്ടും അന്ന് തന്നെ നീ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങളിൽ നിന്റെ ഇഷ്ടം നീ നിറവേറ്റുമാറാകണമേ. അപ്പാ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമേ. ആരെയും നീ ഉപേക്ഷിച്ച് കളയരുതേ. ഈ സന്ദേശം ദൂരെ നിന്ന് കേൾക്കുന്നതായ അനേകം ആളുകളുണ്ട്. ഭവനത്തിലിരുന്ന് കേൾക്കുന്നവരെ ദർശിക്കണമേ. ലൈവ് പ്രോഗ്രാമിൽ കൂടി, യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കുകളിൽ കൂടി ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരെയും നീ ദർശിക്കുമാറാകണമേ. ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനായ ദൈവമേ, ഞങ്ങൾ പരസ്പരം കാണാതെ ദൂരത്തിരുന്നുകൊണ്ട് വചനം കേൾക്കുന്നുവെങ്കിലും അവരെയെല്ലാം ദർശിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ അത്ഭുത കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.